ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. അപ്പൊ ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ന്യൂസ്, PM calls for self-reliance flags demographic plot. Second, major GST shake-up, 12% and 28% slab to be axed. Third, the politics of insurgency, the decline of Naxalism. Fourth, a paradigm shift. Fifth, yet again, plastic treaty talks end in stalemate. നമുക്കപ്പോൾ ഒന്നാമത്തെ ന്യൂസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ന്യൂസ് നോക്കാം. PM calls for self-reliance flags demographic plot. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇന്നലെ എന്തായിരുന്നു, ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അതിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു 103 മിനിറ്റ് സംസാരിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചത്? സെൽഫ് റിലയൻസ്, അതുപോലെ എന്താണ്, എക്കണോമിക് റിഫോംസ്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഡിഫൻസ് കേപ്പബിലിറ്റീസ് ആൻഡ് ഡെമോഗ്രാഫിക് കൺസേൺസ്, ഇതിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതുപോലെ തന്നെ എന്തായിരുന്നു, ട്രേഡ് ടെൻഷനെ പറ്റിയിട്ട്, അതായത് നമ്മൾ കുറച്ച് ദിവസത്തെ ന്യൂസിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് US എന്താണ്, ഇന്ത്യൻ ഗുഡ്സിന് മേലെ 50% ടാരിഫ് അനൗൺസ് ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു. അതുപോലെ MSMEസിന്റെ ഡൊമസ്റ്റിക് ചാലഞ്ചസ്, ഡിഫൻസ് പ്രൊഡക്ഷൻ, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു അദ്ദേഹം ഇന്നലെ സംസാരിക്കുകയുണ്ടായത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. കീ അനൗൺസ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എന്താണ്, സെൽഫ് റിലയൻസ് ആസ് കോർ തീം, ആത്മസമ്മൻ ലിങ്ക് ടു ആത്മനിർഭർ. അതായത് സെൽഫ് റെസ്പെക്ട് എന്തുമായിട്ട് ലിങ്ക് ചെയ്തതാണ്, സെൽഫ് റിലയൻസ് ആയിട്ട് ലിങ്ക് ചെയ്തതാണ്. അതുപോലെ എന്താണ്, നോട്ട് ലിമിറ്റഡ് ടു ട്രേഡ് ബാലൻസ് ബട്ട് ടൈഡ് ടു നാഷണൽ കേപ്പബിലിറ്റീസ് ഇൻ എക്കോണമി, ഡിഫൻസ്, ടെക്നോളജി. ഓക്കെ, അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് GST റിഫോംസിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു സെക്കൻഡ് ജനറേഷൻ GST റിഫോംസ്, അതായത് എസെൻഷ്യൽ ഗുഡ്സിന് മേലുള്ള ടാക്സ്, അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എന്താണ്, റെഡ്യൂസ് ചെയ്യുന്നു. അതായത് എന്തിന്റെ ഓഫർ ആയിട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്, ദീപാവലി ഗിഫ്റ്റ് ആയിട്ടെന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഒരു നെക്സ്റ്റ് ജനറേഷൻ എക്കണോമിക് റിഫോംസ്, ഹൈ പവർഡ് ടാക്സ് ഫോഴ്സ് ഫോർ സ്ട്രക്ചറൽ പോളിസി ചേഞ്ചസ്. തേർഡ് എന്താണ്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഇതിൽ അദ്ദേഹം എന്താ പറയുന്നത്, പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിന് എന്താണ്, ഒരു ഫസ്റ്റ് ടൈം ഗ്രാന്റ് കൊടുക്കുന്നത് 50,000. അതുപോലെ തന്നെ എന്താണ്, പ്രൈവറ്റ് സെക്ടർ ജോബ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സപ്പോർട്ടഡ് ബൈ റെഡ്യൂസിങ് കംപ്ലൈൻസ് ബർഡൻ ആൻഡ് ഫിയർ ഓഫ് ആർബിട്രറി ലീഗൽ ആക്ഷൻസ്. ഓക്കെ, അതുപോലെ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എംപ്ലോയ്മെന്റ് ജനറേഷന്റെ പേരിലുള്ള അദ്ദേഹത്തിന്റെ സപ്പോർട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് നമുക്ക് തരാൻ പോകുന്ന സപ്പോർട്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ലോഞ്ച് ഓഫ് മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്സ് ബൈ എൻഡ് 2025. 2025 അവസാനത്തോടെ എന്താണ്, സെമി കണ്ടക്ടർ ചിപ്സ് ലോഞ്ച് ചെയ്യും. അതുപോലെ എന്താണ്, ഓപ്പറേഷനിലുള്ള 6 സെമി കണ്ടക്ടർ യൂണിറ്റ്സ് ആണ്, 4 അപ്രൂവ് ആയിട്ടുണ്ട്. എംഫസൈസ് ഓൺ AI, സൈബർ സെക്യൂരിറ്റി, ഡീപ് ടെക് ആൻഡ് OS ഡെവലപ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. എന്താണ്, സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ്. അത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്, ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അതുപോലെ എന്താണ്, ആന്റി നക്സൽ ഓപ്പറേഷൻസ്, ഛത്തീസ്ഗഡിലെ ടെറർ കോറിഡോർസ് എന്താണ്, ഇപ്പം ഗ്രീൻ കോറിഡോർസ് ആയിട്ട് ടേൺ ചെയ്തിട്ടുണ്ട് ആന്റി നക്സൽ ഓപ്പറേഷൻ വഴി. അതുപോലെ എന്താ, ഹൈ പവർഡ് ഡെമോഗ്രാഫിക് മിഷൻ ടു അഡ്രസ് കോൺസ്പിറസി ടു ചേഞ്ച് ഡെമോഗ്രാഫിക് ക്യാരക്ടർ ഇൻ ബോർഡർ ഏരിയാസ്. അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, കമ്മിറ്റ്മെന്റ് ടു പ്രൊട്ടക്ട് ഫാമേഴ്സ് ഇൻ ട്രേഡ് ടോക്സ്. അതുപോലെ എന്താണ്, റെഡ്യൂസ് ഫെർട്ടിലൈസേഴ്സ് ഡിപ്പെൻഡൻസി ഓൺ ഇമ്പോർട്ട്സ്. ഓക്കെ, അദ്ദേഹം എല്ലാ മേഖലയെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. ഇത് മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS2ലും GS3ലും ആണ്. GS2ല് ഗവർണൻസ് ആൻഡ് പൊളിറ്റി IR, പോളിസി മെഷേഴ്സ് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് MSMEs, ഡെമോഗ്രാഫിക് മിഷൻ, GST റിഫോംസ് ആസ് എ കേസ് സ്റ്റഡി ഇൻ കോപ്പറേറ്റീവ് ഫെഡറലിസം. GS3ൽ നോക്കുകയാണെങ്കിൽ എന്താ, എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി, സെക്യൂരിറ്റി. അതിലെന്താ, സെക്കൻഡ് ജനറേഷൻ GST റിഫോംസ്, MSME സപ്പോർട്ട്, സെമി കണ്ടക്ടർ ആൻഡ് AI ഇനിഷ്യേറ്റീവ്സ്, ഡിഫൻസ്, സെൽഫ് റിലയൻസ് ആൻഡ് ആന്റി നക്സൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഫെർട്ടിലൈസേഴ്സ്. ഇതൊക്കെയാണ് മെയിൻസിലേക്ക് വരുന്നത്. അപ്പൊ ഈ ന്യൂസ് നന്നായിട്ട് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. സെക്കൻഡ് ന്യൂസ് എന്താണ്, മേജർ GST ഷേക്കപ്പ്, 12% ആൻഡ് 28% സ്ലാബ്സ് ടു ബി ആക്സ്ഡ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, സെൻട്രൽ ഗവൺമെന്റ് ഒരു നെക്സ്റ്റ് ജനറേഷൻ GST റിഫോംസ് എന്താണ്, ആ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. എന്താണ് ഇതിന്റെ ചെയ്യുന്നത്, സിംപ്ലിഫൈ ദ ടാക്സ് സ്ട്രക്ചർ സിംപ്ലിഫൈ ചെയ്യുക, ടാക്സ് സ്ലാബ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ എന്താ, കൺസംഷനെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഈ ഒരു പ്രപ്പോസൽ വഴി ഉദ്ദേശിക്കുന്നത്. The proposal comes ahead of GST Council deliberation and was announced as a part of the Prime Minister's Independence Day Deepavali gift promises. നമുക്ക്
എന്താണ് നേരത്തെ ന്യൂസിലും പറഞ്ഞിരുന്നു, അദ്ദേഹം ഇൻഡിപെൻഡൻസ് ഡേയിൽ സംസാരിക്കുകയുണ്ടായി GST പറ്റിയിട്ട്. ഒരു ദീപാവലി ഓഫർ എന്ന രീതിക്കാണ്, ദീപാവലി ഗിഫ്റ്റ് എന്ന രീതിക്കാണ് അദ്ദേഹം ഈ ഒരു GST കൺസിഡർ ചെയ്തേക്കുന്നത്, GSTയിൽ വരുത്തിയിരിക്കുന്ന റിഡക്ഷനും കാര്യങ്ങളൊക്കെ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പ്രപ്പോസലിന്റെ ഡീറ്റെയിൽ നോക്കാം. സ്ലാബ് റിഡക്ഷൻ ആൻഡ് റേറ്റ് റാഷണലൈസേഷൻ. റിട്ടേൺ 5% and 18% slab. Introduce lower concessional rate lower than 1%. എന്തിലൊക്കെ? പ്രീഷ്യസ് മെറ്റലിനും സെമി പ്രീഷ്യസ് സ്റ്റോൺസിനൊക്കെ. അതുപോലെ എന്ത്? ഹൈ സിൻ റേറ്റ് ഓഫ് 40% ടൊബാക്കോ ഗുഡ്കയ്ക്കൊക്കെ ആയിട്ട്. അതുപോലെ എന്താ? റിമൂവ് 12% and 28% സ്ലാബ്. 99% ഐറ്റംസ് 12% സ്ലാബിലുള്ളത് എന്താണ്? 5% ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 28% സ്ലാബിൽ നിന്ന്, അതിലെത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു? 90% ഐറ്റംസ് ഉണ്ടായിരുന്നു, അതെത്ര? 18% ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നോ അഡീഷണൽ സെസ് ഓവർ GST റേറ്റ്സ്. അടുത്ത നോക്കുകയാണെങ്കിൽ എന്താ? ഇമ്പാക്ട് ഓൺ സ്പെസിഫിക് ഗുഡ്സ്, അതായത് വൈറ്റ് ഗുഡ്സ്, അതായത് എയർ കണ്ടീഷണർ പോലുള്ള ഗുഡ്സിനൊക്കെ എന്താണ്? റിഡക്ഷൻ ഫ്രം 28%. ഡെയിലി യൂസ് ഐറ്റംസ്, അതായത് ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ പോലത്തെ ഉള്ള ഡെയിലി യൂസ് ഐറ്റംസിനും എന്താണ്? വേണ്ട രീതിക്കുള്ള റിഡക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈക്വൽ റേറ്റ്, അതുപോലെ എന്താണ്? സിമിലർ ഐറ്റംസിന് ഈക്വൽ റേറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഒരു റവന്യൂ ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ എന്താ? കറന്റ് റവന്യൂ ഷെയർ നോക്കുകയാണെങ്കിൽ 28% സ്ലാബിൽ 11% റവന്യൂ ആണ്. അതുപോലെ 5% റവന്യൂ, 5% സ്ലാബ് ഇപ്പൊ എത്ര? 7% റവന്യൂ, 18% സ്ലാബ്, 67% റവന്യൂ ആണ് കറന്റ് റവന്യൂ ഷെയർ എന്ന് പറയുന്നത്. ഇത് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്ന എന്താണ്? ഒരു ഷോർട്ട് ടേം റവന്യൂ ലോസ് ആണ് ഈ ഒരു ചേഞ്ച് വഴി. പക്ഷെ എയിം ചെയ്യുന്ന എന്താണ്? ഒരു ലോങ് ടൈം ഗെയിൻ ആണ്. എന്തൊക്കെ വഴി? ഹയർ കൺസപ്ഷൻ, റെഡ്യൂസ്ഡ് ടാക്സ് ഇവേഷൻ, വൈഡർ ടാക്സ് ബേസ്. ഓക്കെ. ഈസ് ഓഫ് ലിവിംഗ് ആൻഡ് കംപ്ലൈൻസ് റിഫോംസ്. എന്താണ്? GST രജിസ്ട്രേഷൻ എന്താണ്? ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് എന്താണ്? ഫാസ്റ്റ് ആക്കും. അതുപോലെ തന്നെ എന്താണ്? മാനുവൽ ഇറേഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ റീഫണ്ട്സ് ഒക്കെ എന്താണ്? ഫാസ്റ്റർ ആക്കും. അതുപോലെ എന്താണ്? കറക്റ്റ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ടു ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രെയിൻ ഫോർ ബിസിനസ്. 5th നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രപ്പോസൽ സെൻഡ് ടു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് കംപ്രൈസസ് സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ്സ്. സെന്റർ ഹാസ് നോ ഡയറക്റ്റ് വോയിസ് ഇൻ GST റേറ്റ് ചേഞ്ചസ് ഈസ് എ ഷെയർഡ് ടാക്സ് അണ്ടർ GST കൗൺസിൽ. കൺസെൻസസ് ബിൽഡിംഗ് വിത്ത് സ്റ്റേറ്റ്സ് ഓൺഗോയിങ്. ഓക്കെ. ഇതാണ് ഈ GST പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വരുന്നത്. ഇത് GS2ലും GS3യിലാണ്. GS2ല് പൊളിറ്റി ആൻഡ് ഗവർണൻസിൽ GST കൗൺസിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം മോഡൽ, സെന്റർ സ്റ്റേറ്റ് ഫിസിക്കൽ റിലേഷൻസ്, കൺസെൻസസ് മെക്കാനിസം ഇൻ ടാക്സ് പോളിസി. GS3യില് എക്കോണമിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് റിഫോംസ് ആൻഡ് ഫിസിക്കൽ പോളിസി, ഇമ്പാക്ട് ഓഫ് സ്ലാബ് റാഷണലിസം ഓൺ കൺസെപ്ഷൻ, ഇൻഫ്ലേഷൻ ആൻഡ് റവന്യൂ, ഇൻവെർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ആസ് എ ചലഞ്ച് ടു മാനുഫാക്ചറിങ്. അപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. ഈ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ദ പൊളിറ്റിക്സ് ഓഫ് ഇൻസർജൻസി, ദ ഡിക്ലൈൻ ഓഫ് നക്സലിസം. ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ടെററിസത്തെ പറ്റിയിട്ടും മിലിറ്റൻസിനെ പറ്റിയിട്ടുമാണ്. ടെററിസം എന്ന് വെച്ചാൽ വയലൻസ് അല്ലെങ്കിൽ ത്രെട്ട് എഗെയിൻസ്റ്റ് ആർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട്? ഗവൺമെന്റ്, സിവിലിയൻസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സസിനൊക്കെ എതിരായിട്ട്. എന്നാൽ മിലിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? സിവിലിയൻസ് ഇല്ല, പകരം എന്താ? ഗവൺമെന്റ്, സെക്യൂരിറ്റി ഫോഴ്സിനൊക്കെ എതിരായിട്ടുള്ളതാണ്. എതിരായിട്ടുള്ള ആർമഡ് റെബല്യൻസിനെയാണ് മിലിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? അതായത് ടെററിസം കൂടി വരികയാണ്. അപ്പൊ എന്താ? റൈസിംഗ് ത്രെട്ട് ഓഫ് AI enabled ടെററിസം, ലോൺ വൂൾഫ് അറ്റാക്ക്, പോസിബിൾ ബയോ വെപ്പൺ യൂസ്. ഓക്കെ. അതുപോലെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? 2026 കൂടി എന്താണ്? നമുക്ക് ഈ പറഞ്ഞ മിലിറ്റൻസ്, അതായത് എസ്പെഷ്യലി നക്സലിസം പോലെയുള്ള ഈ ഒരു ഗ്രൂപ്പിനെ എന്താണ്? നമുക്ക് ഇല്ലാതാക്കാൻ, ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. നമുക്ക് ഈ ഒരു എഡിറ്റോറിയൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഗ്ലോബൽ സിനാറിയോ നോക്കുകയാണെങ്കിൽ എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് ടെററിസം, അതായത് 9/11 അറ്റാക്ക് കഴിഞ്ഞിട്ട് 25 വർഷങ്ങളായി. എന്നിട്ടും എന്താണ്? ഈ ടെററിസം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കൺസേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുപോലെ എന്താ? റൈസ് ഇൻ കോപ്പി കാറ്റ് കില്ലിങ്സ് ആൻഡ് IS ഇൻസ്പയർഡ് വെഹിക്കിൾ റാമിംഗ് അറ്റാക്സ്. ഓക്കെ. ആന്റി ഇസ്രായേൽ പ്രൊട്ടക്ട്സ് ഫ്യൂലിംഗ് എക്സ്ട്രീമിസ്റ്റ് നറേറ്റീവ്സ്. ഇപ്പൊ ഒരു എമർജിംഗ് ത്രെട്ട് ആയിട്ട് വന്നിരിക്കുന്ന എന്താണ്? ഈ AI enabled ടെററിസം ഒക്കെ കൂടി വരുന്നു. എന്താണ്? പൊട്ടൻഷ്യൽ ഫോർ ലാർജ് സ്കെയിൽ ഹാം.
അപ്പൊ ഈ എ ഒക്കെ വെച്ചുള്ള ടെററിസം കൂടുകയാണെങ്കിൽ എന്താണ്, ഒരു ലാർജ് സ്കെയിൽ ഹാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്താണ്, ബയോ വെപ്പൺ യൂസ്, ഇതൊക്കെ എന്താണ് ഒരു വലിയൊരു ടെററിസത്തിലേക്ക് നയിക്കാനായിട്ട്, വലിയൊരു അറ്റാക്കിലേക്ക് നയിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ചാൻസ് ആണ്. റിസ്ക് കൂടുവാണ്. റിസ്ക് ഓഫ് മിസ് അലൈൻഡ് AI ബ്രേക്കിംഗ് ഹ്യൂമൻ കൺട്രോൾ, ഓൺലൈൻ റാഡിക്കലൈസേഷൻ, എൻകറേജിങ് ലോൺ വൂൾഫ് അറ്റാക്സ്. ഇതാണ് നിലവിൽ എമർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ടെററിസമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇന്ത്യൻ സിനാറിയോ നോക്കുവാണെങ്കിൽ എന്താണ് കറണ്ട് ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ 2024 മുതൽ യൂണിയൻ ഹോം മിനിസ്റ്റർ ഒക്കെ മിലിറ്റൻസിനെയൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള എല്ലാ രീതിക്കുള്ള കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2024 കണക്ക് നോക്കുകയാണെങ്കിൽ 357ഓളം മിലിറ്റൻസ് ആണ് ഇല്ലാണ്ടായിട്ടുള്ളത്. അതിൽ 1/3 വുമൻസ് ആണ്. ഇതിലൊക്കെ ഡിക്ലൈൻ ആകാനുള്ള പ്രധാന കാരണം എന്താണ്, ടെറിട്ടറി ശ്രിങ്കേജ്, ലീഡർഷിപ്പ് ക്രൈസിസ്, ഇന്റേണൽ ഫാക്ഷണലിസം. ഓക്കെ, ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒറിജിൻ ചെയ്തത് ലേറ്റ് 1960s ലീഡേഴ്സ് എന്ന് പറയുന്നത് ചാരു മസൂംബ, കാനു സന്യാൽ, സത്യനാരായൺ സിംഗ്, കൊണ്ടപ്പള്ളി സീതാരാമയ്യ. ഇൻഫ്ലുവൻസസ് ആരൊക്കെയായിരുന്നു, മാവോ സേതോങ്, ഹോച്ചിമിൻ, ചെഗ്വരയൊക്കെ ആയിരുന്നു ഇതിന്റെ ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞാൽ. ഇനിഷ്യൽ എയിം എന്ന് പറയുന്നത് എന്താണ്, നിലവിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കുക. ആരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നവർക്ക് ആ സമയത്ത്, ട്രൈബൽസിന്റെ, അർബൻ പുവറിന്റെ ഒക്കെ എന്താണ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഡിക്ലൈൻ ആകാൻ കാരണം എന്താണ്, ഡീജനറേറ്റഡ് ഇൻടു ഡിസ്ക്രിമിനേറ്റ് വയലൻസ്, ലോസ്റ്റ് ഐഡിയോളജിക്കൽ കൊഹിഷൻ, ഫ്രാഗ്മെന്റഡ് റീജിയണലി. ഓക്കെ, ടാക്ടിക്സ് ആൻഡ് അപ്രോച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യൻ അപ്രോച്ച് ഹിസ്റ്റോറിക്കലി അവോയ്ഡ് ബ്രൂട്ട് ഫോഴ്സ് എക്സെപ്റ്റ് ഇൻ എക്സെപ്ഷണൽ കേസസ്. അതായത് ചില എക്സെപ്ഷണൽ കേസ് ഒഴിച്ചാൽ നമ്മൾ എന്താണ് ഒരു ബ്രൂട്ട് ഫോഴ്സ് ഒന്നും ഇവരുടെ മേലിൽ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടില്ല, ഒരു ബ്രൂട്ടൽ രീതിക്ക് നമ്മൾ ഇവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എന്താണ്, ചെക്ക് ആൻഡ് ബാലൻസ് ഓൺ സെക്യൂരിറ്റി ഓപ്പറേഷൻ, ഫോക്കസ് ഓൺ പ്രിവെന്റിംഗ് റെവല്യൂഷണറി ഗ്രൂപ്പ്സ് ഫ്രം ഡിസ്റ്റർബിംഗ് ദ എസ്റ്റാബ്ലിഷ്ഡ് ഓർഡർ. അതായത് നിലവിലുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഓർഡറിൽ വയലൻസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ അങ്ങനെ വരുത്താത്തടത്തോളം കാലം നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ഒരു ആക്ഷനോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് ഒരു അറ്റാക്കോ ഉണ്ടായിട്ടില്ല. അതാണ് നിലവിൽ നടന്ന ടാക്ടിക്സ് ആൻഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഇനി അർബൻ നക്സൽസ് ഡിബേറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒറിജിനൽ നക്സൽസ് ആരാന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് മൂവ്മെന്റ് ആണ് അവർക്കുള്ളത് വിത്ത് ഐഡിയോളജിക്കൽ ഗ്രൗണ്ട്. എന്ത് ഐഡിയോളജി അവർ ഫോക്കസ് ചെയ്തത്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് അവർ ഫോക്കസ് ചെയ്തത്. എന്നാൽ കറന്റ് അർബൻ നക്സൽസ് എന്ന് വെച്ചാൽ എന്താണ്, ലൂസ് നെറ്റ് ഗ്രൂപ്പ് ഓഫ് ഇന്റലക്ച്വൽസ് ഒപ്പോസിങ് സർട്ടൻ ഗവൺമെന്റ് പോളിസീസ്. ഇവരെന്താണ് സർട്ടൻ ഗവൺമെന്റ് പോളിസീസിനെയാണ് എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, നോട്ട് ഡയറക്ട്ലി കമ്പയർഡ് ടു ഒറിജിനൽ നക്സൽസ്. ഇവരെ പോലെയാണ് നിലവിലുള്ള നക്സൽസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്, മിസ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ലീഡ് ടു പോളിസി ബ്ലൈൻഡ് സ്പോട്സ് ആൻഡ് അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസസ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു GS റിലവൻസ് നോക്കാം. GS2ലും GS3ലുമാണ് ഇത് വരുന്നത്. GS2ല് ഗവർണൻസ് പൊളിറ്റി IR, GS3ല് സെക്യൂരിറ്റി ടെക്നോളജി. ഓക്കെ, GS2ല് നോക്കുകയാണെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് കോപ്പറേഷൻ ഇൻ ഇന്റേണൽ സെക്യൂരിറ്റി, ലീഗൽ എത്തിക്കൽ ആസ്പെക്ട്സ് ഓഫ് കൗണ്ടർ ഇൻസർജൻസി, മാനേജിംഗ് ഡിസന്റ് വിസസ് എക്സ്ട്രീമിസം. GS3ല് AI enabled terrorism as an emerging threat, decline of left-wing extremism, a case study in counter-insurgency success, use of technology in both terrorism and counter-terrorism. ഓക്കെ, ഈ ന്യൂസ് നന്നായിട്ട് തന്നെ നോക്കാം. നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. അടുത്ത ന്യൂസ് ആണ് പാരഡൈം ഷിഫ്റ്റ്. ഇതിൽ പറയുന്ന എന്താണ്, അതായത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു വരുന്ന ഒരു ന്യൂസ് ആണ്. എന്താണ്, US ഇന്ത്യൻ ഗുഡ്സിന് മേലെ 25% ടാക്സ് അനൗൺസ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ എസ്പെഷ്യലി എന്താണ്, ഇന്ത്യൻ സീ ഫുഡ് എക്സ്പോർട്സിലാണ് ഇത് സാരമായിട്ട് ബാധിക്കുക. കാരണം എന്താണ്, US മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് സീ ഫുഡ് ആൻഡ് അപ്പാരൽ ഒക്കെ. എന്താണ് ഈ മാർക്കറ്റ്സുകൾ, ഇതൊക്കെ എന്താണ് മേജർ MSME സെഗ്മെന്റ്സ് ആണ്. അപ്പൊ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ നോക്കി വരികയാണ്, ഓരോ ട്രെൻഡ്സ് ഒക്കെ നോക്കി വരികയാണ്. ഇനി നമുക്ക് ഈ ന്യൂസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീ ഫാക്ട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ EPM, അതായത് എന്താണ് അനൗൺസ് ചെയ്തേക്കുന്നത് എന്നാണ് 2025 യൂണിയൻ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത് 2250 കോടി. എന്താണ് എയിം ചെയ്യുന്നത്, ചീപ്പർ എക്സ്പോർട്ട് ക്രെഡിറ്റ് ആണ്, ടാക്ലിംഗ് നോൺ ടാരിഫ് ബാരിയേഴ്സ്, ഇൻഷുറിംഗ് ഓവർസീസ് പേയ്മെന്റ്സ്. അതുപോലെ ഇത് ഇനിഷ്യലി എന്തിന്റെ അണ്ടറിലൊക്കെ ആയിരുന്നു, കൊമേഴ്സ്, MSME ആൻഡ് ഫിനാൻസ് മിനിസ്റ്ററീസിന്റെ കീഴിലായിരുന്നു. പ്രപ്പോസ്ഡ് എക്സ്പാൻഷൻ ഇൻക്ലൂഡിംഗ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഫിഷറീസ് മിനിസ്ട്രീസ് ഡ്യൂ ടു സെക്ടറൽ വൾണറബിലിറ്റി. ഒരു സെക്ടറൽ ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, സീ ഫുഡ് ഇൻഡസ്ട്രിയുടെ എംപ്ലോയീസ് 28 million US ബൈസ് 1/3 ഓഫ് എക്സ്പോർട്സ്. ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ പ്ലസ്
ഫിഷറീസ് നോക്കുകയാണെങ്കിൽ എന്താണ് സപ്പോർട്ട് 135 മില്യൺ ലൈവ്ലിഹുഡ്സ്. MSMEയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂട്ട് 45.79% ഓഫ് ഇന്ത്യസ് ഗുഡ്സ് എക്സ്പോർട്സ്, എംപ്ലോയ് 28 crore പീപ്പിൾ. തേർഡ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി ആൻഡ് ഡിമാൻഡ്. അതെന്താണ് ഫിഷറീസിൽ വരുമ്പോൾ എന്താണ് 240-day മൊറട്ടോറിയം ഓൺ പ്രീ ആൻഡ് പോസ്റ്റ് ഷിപ്മെന്റ് ക്രെഡിറ്റ് റീപേയ്മെന്റ്, ടെക്സ്റ്റൈൽസ് ഓർ അപ്പാരൽ ഓർ ജെംസ് ആൻഡ് ജുവലറി, ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. ഗവൺമെന്റ് സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ എന്താ നോ ഡയറക്റ്റ് സബ്സിഡീസ്. അതുപോലെ എന്താണ് ബട്ട് ഓപ്പൺ ടു ക്രെഡിറ്റ് ഓർ ഫിനാൻസ് ക്വിക്സ്. ഓക്കെ, ഈ ന്യൂസിന്റെ മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS2 GS3 നോക്കുകയാണെങ്കിൽ എന്താണ് GS2 ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യ US ട്രേഡ് റിലേഷൻ ആൻഡ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, എക്കണോമിക് ഡിപ്ലോമസി ഇൻ ട്രേഡ് നെഗോഷിയേഷൻസ്. GS3 നോക്കുകയാണെങ്കിൽ എക്കോണമി, റോൾ ഓഫ് MSMEs ഇൻ എക്സ്പോർട്സ് ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് സ്കീംസ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ, ഇമ്പാക്ട് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് ബാരിയേഴ്സ് ഓൺ സെക്ടർ ഗ്രോത്ത്. അടുത്ത ന്യൂസ് നോക്കുകയാണെങ്കിൽ യെറ്റ് അഗൈൻ പ്ലാസ്റ്റിക് ട്രീറ്റി ടോക്സ് എൻഡ് ഇൻ സ്റ്റേൽമേറ്റ്. അതായത് എന്താണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ക്രൈസിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് a global environmental challenge impacting marine ecosystem, human health, climate change. അതായത് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൊണ്ട് എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, എവിടൊക്കെയാണ് ചലഞ്ചസ് ഉണ്ടാകുന്നത്? മറൈൻ എക്കോസിസ്റ്റം, ഹ്യൂമൻ ഹെൽത്ത്, ക്ലൈമറ്റ് ചേഞ്ച്. 2022 UN എൻവയോൺമെന്റ് അസംബ്ലി റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് all UN member states committed to create a legal binding instrument to end plastic pollution. എന്താണ് UN മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് എന്താണ് ഒരു ലീഗലി ബൈൻഡിങ് ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. എന്ത് എൻഡ് ചെയ്യാൻ? പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇൻക്ലൂഡിങ് മറൈൻ എൻവയോൺമെന്റ്. ഓക്കെ, അതുപോലെ തന്നെ നെഗോഷിയേറ്റിംഗ് പ്ലാറ്റ്ഫോം. ഈ ന്യൂസിന്റെ കീ ഡെവലപ്മെന്റ്സ് എന്താന്ന് നോക്കിയാൽ കൺട്രീസ് ഫെയിൽഡ് ടു എഗ്രി ഓൺ എ ലീഗലി ബൈൻഡിങ് ട്രീറ്റി ടു എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്താണ് കൺട്രീസ് ഈ ഒരു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എങ്ങനെ എൻഡ് ചെയ്യണം, എങ്ങനെ നിർത്താക്കണം എന്നുള്ള ഒരു എഗ്രിമെന്റ് അതിൽ എത്തിച്ചേർന്നിട്ടില്ല. കാരണം എന്താണ് രണ്ട് ബ്ലോക്കുകളായിട്ട് അവര് ഈ ഒരു ഡിസിഷനിൽ നിന്നു. ഒരു ബ്ലോക്ക് എന്താണ് പറയുന്നത് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ തന്നെ കട്ട് ചെയ്യാന്നാണ് പറയുന്നത്. ആരൊക്കെയാണ് പറയുന്നത്? EU അതുപോലെ തന്നെ എന്താണ് വേറെ ആരൊക്കെയാണ്? ആഫ്രിക്കൻ നേഷൻ, പസഫിക് ഐലൻഡ് സ്റ്റേറ്റ്സ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, ജപ്പാനൊക്കെയാണ് നമുക്ക് എന്താണ് പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ തന്നെ കട്ട് ചെയ്യാം എന്ന് പറയുന്നത്. എന്നാൽ ഒപ്പോസിഷൻ ബ്ലോക്ക് ഇന്ത്യ, ചൈന, അതുപോലെ സെവറൽ അറബ് സ്റ്റേറ്റ്സ് ഒക്കെ, അതുപോലെ തന്നെ US ഒക്കെ പറയുന്നത് എന്താണ് നമുക്ക് പ്രൊഡക്ഷൻ കട്ട് ചെയ്യണ്ട, അല്ലാതെ പ്ലാസ്റ്റിക്കിന്റെ പൊല്യൂഷൻ കുറയ്ക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അറൌണ്ട് 32 ആർട്ടിക്കിൾസ് ബട്ട് ഡിഫറൻസ് ഓൺ വെദർ കട്ടിംഗ് പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ ടു എൻഡിങ് പൊല്യൂഷൻ എന്നാണ് പറയുന്നത് ഡ്രാഫ്റ്റ് ട്രീറ്റിയിൽ പറയുന്നത്. സപ്പോർട്ട് പാറ്റേൺസ് എന്താന്ന് നോക്കിയാൽ 57 കൺട്രീസിൽ ടോക്സിക് ഫ്രീ റീയൂസ് റീഫിൽ റീപെയർ സിസ്റ്റം ആണ്. 89 കൺട്രീസിൽ എന്താണ് കട്ട് പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ. 120 കൺട്രീസിൽ സ്ട്രോങ് കെമിക്കൽ കൺട്രോൾസ്. 130 കൺട്രീസിൽ എന്താണ് ഹെൽത്ത് ഫോക്കസ്ഡ് ആർട്ടിക്കിൾ ഇൻ ട്രീറ്റി. ഓക്കെ, ഇതിലെ മെയിൻസ് നോക്കുകയാണെങ്കിൽ എന്താ GS പേപ്പർ 3 എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺസർവേഷൻ എഫേർട്സ്, ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് നെഗോഷിയേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ന്യൂസ് നന്നായിട്ട് നോക്കുക, മെയിൻസിലേക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നോക്കുക. ഓക്കെ, താങ്ക് യു.